നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു മഹാപണ്ഡിതനുണ്ട്. ആ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞ ഒരു വ്യക്തിത്വമാണ് കേട്ടോ. മുഹമ്മദ് നബിക്ക് രണ്ടാമതേ വരത്തുള്ളൂ. അപ്പൊ ഇദ്ദേഹം എല്ലാവരെയും പരിഹസിക്കും. എല്ലാം തികഞ്ഞവർക്ക് ധൈര്യമായിട്ടാകാമല്ലോ. എല്ലാം തികഞ്ഞവരായതുകൊണ്ട് തന്നെ പലരുടെയും ആകാരവടിവിനെ, പലരുടെയും ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളെ, പലരുടെയും ശൈലികളെ, ഇതിനെയൊക്കെ ആള് നഖശിഖാന്തം എടുത്തിട്ട് അങ്ങോട്ട് അലക്കും. ഇദ്ദേഹത്തെ ആണെങ്കിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. വിരലില്ലാത്തവൻ കൈയില്ലാത്തവനെ കുറ്റം പറയുന്നത് പോലെ ആളെ പല മഹാപണ്ഡിതന്മാരും വളരെ ആക്ഷേപരൂപത്തിലാണ് ഒരു പേര് തന്നെ വിളിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ തൽക്കാലം ഇവിടെ പറയുന്നില്ല. കാരണം ആകാരവടിവിനെ കുറിച്ച് ഒരാൾ വിമർശിക്കുന്നതിനെ വിമർശിക്കുമ്പോൾ അയാളുടെ ആകാരവടിവിനെ കുറിച്ച് നമ്മൾ വിമർശിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ആരും ഇഷ്ടപ്പെട്ടിട്ട് ഓരോ രൂപങ്ങൾ തിരഞ്ഞെടുത്ത് ഉമ്മയുടെ വയറ്റിൽ നിന്നും പുറത്തു വരുന്നതല്ല. അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ ഉസ്താദ് എല്ലാം തികഞ്ഞവനായതുകൊണ്ട് തന്നെ കക്ഷി സോഷ്യൽ മീഡിയയിൽ ഭയങ്കര താരമാണ്, മിന്നും താരമാണ്. മുമ്പൊക്കെ ഇവര് സിനിമകളെ ശക്തമായ രൂപത്തിൽ എതിർത്തിരുന്നു. ഇന്നും അതെ. പെണ്ണ് പുറത്തിറങ്ങുന്നതിനെ വരെ എതിർക്കുന്നു. പെണ്ണിന്റെ വിദ്യാഭ്യാസത്തെ, പെണ്ണിന്റെ വസ്ത്രത്തെ, പെണ്ണിന്റെ ജോലിയെ, പെണ്ണിന്റെ ശബ്ദത്തെ, പെണ്ണിന്റെ ഫോട്ടോയെ, പെണ്ണ് വീഡിയോ ചെയ്യുന്നതിനെ, പെണ്ണ് സദസ്സിൽ കയറുന്നതിനെ എന്ന് തുടങ്ങി എല്ലാ വിഷയത്തിലും പെണ്ണ് പെർഫ്യൂം അടിക്കുന്നത് വരേക്കും വേശ്യാവൃത്തിയാണ് എന്ന് പറഞ്ഞ് എല്ലാ ഇസ്ലാമിക നിയമങ്ങളും പെണ്ണിന് 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 മാത്രമുള്ളതായി മാറുന്നു. ഓക്കെ, ഈ ഉസ്താദ് ഇപ്പൊ ചോദിക്കുന്നത് കുടുംബമായിട്ടൊരു സിനിമയ്ക്ക് പോകാൻ പറ്റുന്നില്ലെന്ന ഉസ്താദിന്റെ വിഷമം. അതിനകത്ത് കെട്ടിപ്പിടിക്കുന്ന സീനുകൾ വരുന്നേ. കെട്ടിപ്പിടിക്കുന്ന സീനുകൾ, ചുംബിക്കുന്ന സീനുകളൊക്കെ വരുമ്പോൾ ഇവർക്ക് നാണമുണ്ടാകുന്നു എന്നാണ് ഉസ്താദ് പറയുന്നത്. എന്തായിരുന്നാലും ആ ഉസ്താദിന്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് നമ്മുടെ ഒരു യുവാവ് എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് സംഭവം. അതൊന്ന് കേട്ടു നോക്കുക. ഇതൊക്കെ ക്ലീശ സാധനമാണ്, ഇതൊക്കെ കഴിഞ്ഞുപോയി. അത് വെറും ഒരു ക്ലീശ അല്ല ഉസ്താദെ, അത് വെറും ഒരു ക്ലീശ അല്ല, അത് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ചരിത്രമാണ്. ആ ചരിത്രം ഓർമ്മിപ്പിക്കുമ്പോൾ അത് ക്ലീശയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ നോക്കണ്ട. അവരുടെ അടുത്ത വേവലാതി എന്താണെന്ന് അറിയാമോ? സിനിമയിൽ കെട്ടിപ്പിടിക്കുന്ന സീനുകൾ വരുമ്പോൾ ഫാമിലി ആയിട്ടിരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് നാണം വരില്ലേ എന്നാണ്. ഫാമിലി ചിത്രങ്ങൾ എന്ന് പറഞ്ഞ് കുടുംബസമേതം കാണാൻ വേണ്ടി പോകുന്നു. ഒരു കുടുംബത്തിൽപ്പെട്ട മാതാപിതാക്കളും മക്കളും ഒക്കെ ഒന്നിച്ചിരുന്ന് കാണുന്ന എത്രയോ ദൃശ്യങ്ങൾ അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പോലും അതിന്റെ ക്ലിപ്പുകൾ പ്രചരിക്കുമ്പോൾ പോലും അയ്യേ എന്ന മനോഭാവം വരുന്നത് എങ്കിൽ ഈ കുടുംബസമേതം ഒന്നിച്ചിരിക്കുമ്പോഴുള്ള മനോഭാവം ആലോചിച്ച് നോക്കി. സ്വന്തം ആവശ്യത്തിന് അതിനു മുമ്പ് അപ്പൊ ഉസ്താദിന് അയ്യേ എന്താണ് ഈ കെട്ടിപ്പിടിക്കുന്നത്, മോശം അല്ലേ? അപ്പൊ ഉസ്താദിന് ഈ ചില നമ്മുടെ മത പ്രഭാഷകന്മാരൊക്കെ ഉണ്ടല്ലോ, അവര് പറയുന്ന ചില കുടുംബ സദസ്സുകൾക്ക് ഇരുന്ന് ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കണോ അതോ അല്ലാതെ കേൾക്കണോ എന്നറിയില്ല. എന്തായിരുന്നാലും എങ്ങനെയെങ്കിലും ബല പിടിച്ചത് കേട്ടുകൊടുക്കും. അപ്പോൾ ആ ഉസ്താദുമാരൊക്കെ പറയുന്ന ചില പ്രഭാഷണങ്ങളുണ്ട് കേട്ടോ. ആ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഇവർക്ക് നാണം തോന്നുന്നുണ്ടോ, ലജ്ജ തോന്നുന്നുണ്ടോ, കുടുംബമായിട്ടിരുന്ന് ഇവർക്കത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പറയേണ്ടത് ഉസ്താദാണ്. എല്ലാവരെയും ആക്ഷേപിച്ച് ഇയാള് മാത്രം എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് കക്ഷി നടക്കുന്നത്. എന്തായിരുന്നാലും ഉസ്താദ് പറയട്ടെ. ഉടുപ്പ്, ബെഡ്ഷീറ്റ്, പെണ്ണിന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നൽകുന്ന വ്യാകരണം, വിശദീകരണം, നിർവചനം. ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവളെ കിടക്കണം. ഖുർആൻ പറയുന്നു അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ അധികാരമുള്ളവരാണ്. അലാ എന്ന് പറഞ്ഞാൽ അറബി. കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോണം. ഒരു രൂപത്തിലും ഒരു ഈച്ച് ആൻഡ് എവരി പോയിന്റ് മിസ്സാക്കരുത്. മിസ്സായാൽ പോയി സംഗതി. അതുകൊണ്ട് ഉസ്താദ് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. കുടുംബമായിട്ടിരുന്ന് തന്നെ ഇത് കേൾക്കണം. കുടുംബമായിട്ടിരുന്ന് ഓരോരുത്തർക്കും ഓരോ ഹെഡ്സെറ്റ് വേണ്ടി വരുമായിരിക്കും അല്ലേ? സാരമില്ല, നമ്മുടെ ഇസ്ലാമിക ക്ലാസ് അല്ലേ, മതപരമായിട്ടുള്ള ക്ലാസ്. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഇതൊക്കെ പിന്നെ കേൾക്കട്ടെ. മുകളിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാർ. പുരുഷന്മാരുടെ മുകളിൽ സ്ത്രീകളാകാൻ പാടില്ല. അത് ശാരീരികമായി ബന്ധപ്പെടുമ്പോഴും
ബന്ധപ്പെടുമ്പോ ഇന്ദ്രിയസ്ഖലനം ഉണ്ടാകുന്നതിന് മുമ്പ് മുകളിലാകാം. പക്ഷെ ഇന്ദ്രിയസ്ഖലനം പെണ്ണിനെ മുകളിൽ കിടത്തി ഭർത്താവ് താഴെ കിടന്നുകൊണ്ടാകരുത്. കിഡ്നി, മൂത്രസന്ധി, പിത്താശയസന്ധി ഇതുപോലുള്ള രോഗങ്ങൾക്ക് അത് കാരണമാകും. അതുകൊണ്ട് എന്ത് ചെയ്യാം? ബന്ധപ്പെടാം. പക്ഷേ ശീഘ്രസ്ഖലനം ഉണ്ടാകുമ്പോ ഭാര്യ താഴെ, ഭർത്താവ് മുകളിൽ. അതാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ നിസാക്കൾ സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവർ കൃഷിസ്ഥലമാണ്, വിളനിലമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ സമീപിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിലും ബന്ധപ്പെടാം. ഇതുവരെ പെണ്ണിന്റെ മുഖ്യഭാഗം എന്ന് പറഞ്ഞാൽ അറുത് പോലെയാണ്, അത് ഭൂമിയാണ്. നാം അതിലേക്ക് വിസർജിപ്പിക്കുന്ന ഇന്ദ്രിയ തുള്ളികളുണ്ടല്ലോ, അത് വിത്തുകളാണ്. ഭൂമിയിൽ വിത്തുകൾ വിതറിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വിളകളാണ്. ആ വിളകളാണ് സന്താനങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ്, നിങ്ങളുടെ ജാഗയാണ്. നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ആകാം. എങ്ങനെയാണത്? നിൻകൽപ്പിൻ പുറകിലൂടെയോ, കായിമത്തിൽ നിന്നുകൊണ്ടോ, പാരികത്തിൽ മുത്തുകാലിൽ നിന്നുകൊണ്ടോ, കായികത്തിൽ ഇരുന്നുകൊണ്ടോ, മുസ്തൽഖിയത്തിൽ മലർത്തി കിടത്തിയോ, മുൽത്തജ്ജഅത്തിൻ ധരിച്ചു കിടത്തിയോ, മുഖബിലത്തിൽ മുൻഭാഗത്തിലൂടെയോ, മുദ്ബിറത്തിൽ പിൻഭാഗത്തിലൂടെയോ, ഇലാ മൗദിഇൻ ഫീ മൗദിഇൻ വാഹിദ്. പക്ഷേ ദ്വാരം ഒന്നേ ആകാവൂ. എങ്ങനെയാ നിങ്ങളുടെ സൗകര്യം പോലെ 10 വർഷത്തേക്ക് വന്നാസീട്ട് എങ്ങനെയെങ്കിലും നാളെ ജുവല്ലറിക്കാരന്മാർക്ക് കുറച്ച് സ്വർണ്ണം കിട്ടും. പെണ്ണിട്ട് പോയി കല്യാണം കഴിക്കാൻ നടക്കല്ലേ? എങ്ങനെയാകും? ഹക്കിമേ അവനാ പറഞ്ഞു, ഇത് പറയാതെ പോകില്ല, എന്റെ ജീവൻ മൊത്തം തകർന്നു പോകും. അയലിന്റെ സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല. അയലിന്റെ സമയത്ത് അപ്പോ തങ്ങൾ അപ്പൊ ഇതൊക്കെ കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് കുടുംബമായി ഇരുന്ന് കേൾക്കാൻ പറ്റിയ ഒരു കുഞ്ഞു ഭാഗവും കൂടി ഒരുപാടുണ്ട് നമ്മുടെ കയ്യിൽ. കാരണം ഉസ്താദുമാര് പറയുന്നത് കൊണ്ട് തന്നെ നമ്മളത് അവരുടെ മൊഴിമുത്തുകളല്ലേ, അതൊക്കെ എടുത്ത് നമ്മളങ്ങനെ ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കണ്ടേ. എന്നാലും ഞാനൊരു കുഞ്ഞു ഭാഗവും കൂടി ഒന്ന് കേൾപ്പിച്ചു തരാം. കുടുംബമായിട്ടിരുന്ന് കേൾക്കുമ്പോഴേക്ക് കുറച്ച് കാതിന് ഇമ്പമുണ്ടാകണ്ടേ. ഉസ്താദിനൊന്ന് നിറയാൻ വേണ്ടിയിട്ട്. ഉസ്താദ് കംഫർട്ടബിൾ സോണിൽ ഇരുന്നിട്ട് ഉസ്താദ് ഇസ്ലാമിനെ എന്തൊക്കെയോ വലിയ മഹാസംഭവമായിട്ട് കാണിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളിതൊക്കെ എടുത്ത് ഇടേണ്ടി വരുന്നത്. ഉസ്താദേ അതെവിടെ കടച്ചാച്ച് രസിപ്പിക്കുവാൻ ഇരുമാറുകൾ അവർക്കുണ്ട്, കൊതിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്. മാരണത്തിലൂടെയാണോ നിന്റെ രസം? അതിലൂടെ അള്ളാഹു നിനക്കുള്ള സൗകര്യം ഒരുക്കി തരും. പാട്ടിലൂടെയാണോ നിനക്ക് രസം? നിന്നെ മടിയിൽ കിടത്തിയിട്ട് നല്ല താരാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും. സ്വർഗത്തിലെ പെണ്ണ്. ഇവിടുത്തെ പെണ്ണിന് സീരിയലിലെ പാട്ട്, സിനിമയിലെ പാട്ടല്ലേ അറിയുള്ളൂ. സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും. നമ്മളെ മടിയിൽ കിടത്തിയിട്ട് സന്തോഷിപ്പിക്കും. മാരണങ്ങൾ വീർത്ത വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം? അങ്ങനെയുള്ള പെണ്ണിനെ അള്ളാഹു നിനക്ക് അവിടെ തരും. അതാണ് ഇവിടെ ഖുർആനിൽ പറഞ്ഞത്. ഇതൊക്കെ കുടുംബമായിട്ടിരുന്ന് കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ ഉസ്താദേ? സിനിമയിൽ ഒരു ചുംബനം വന്നാൽ പ്രശ്നമാണ്, കെട്ടിപ്പിടിക്കുന്ന രംഗം വന്നാൽ കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റുന്നില്ല. ഉസ്താദേ, കുടുംബമായിട്ട് ഈ ഹറാമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പോകണം നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം? നിങ്ങളിപ്പോൾ സിനിമയ്ക്ക് പ്രൊമോഷനാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖുർആനും ഹദീസും ഒന്നും പറഞ്ഞിട്ട് ഇപ്പം ആരും കേൾക്കുന്നില്ലേ? പബ്ലിക്കിന് ഖുർആനും ഹദീസും ഒന്നും വേണ്ടായോ? ഖുർആനും ഹദീസും കേട്ട് ആൾക്കാർ മടുത്തല്ലേ? ഇപ്പം ആളുകളെല്ലാവരും നന്മയുടെ പാതയിലായതുകൊണ്ട് അവർക്കൊന്നും നിങ്ങളുടെ ഈ വഷളുകളൊന്നും കേൾക്കാൻ വലിയ താല്പര്യമില്ല എന്ന് തോന്നുന്നല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് ഇതുപോലെയുള്ള ഉസ്താദുമാരുടെ വഷളുകൾ ഒരുമിച്ചിരുന്ന് കുടുംബത്തോടു കൂടി ഇരുന്ന് അങ്ങോട്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ.